വി കുഞ്ഞികൃഷ്ണനെതിരെയുള്ള നടപടി ഉറപ്പാണ്. കാരണം അദ്ദേഹം പരസ്യമായി പാർട്ടി നയങ്ങൾക്കും അതുപോലെ നിലപാടുകൾക്കും വിരുദ്ധമായിട്ടാണ് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഈ നിലപാടെടുത്ത വ്യക്തിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പാർട്ടി ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാകും ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും തീരുമാനമുണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നുകിൽ നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാളെ ജില്ലാ കമ്മിറ്റി യോഗവും വിളിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ യോഗത്തിനകത്ത് വി കുഞ്ഞികൃഷ്ണന്റെ ഭാവി സംബന്ധിച്ച് CPM നിശ്ചയിക്കും. നേരത്തെ കഴിഞ്ഞ 8 മാസമായിട്ട് വി കുഞ്ഞികൃഷ്ണൻ CPMന്റെ യോഗങ്ങളിലും മറ്റു പരിപാടികളിലും ഔദ്യോഗികമായി അദ്ദേഹം പങ്കെടുക്കുന്നതേയില്ല. കാരണം നേരത്തെ EP ജയരാജനും അതുപോലെ തന്നെ EP ജയരാജനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പയ്യന്നൂരിൽ റൂറൽ ബാങ്കിൽ വാങ്ങിയ ഭൂമി സംബന്ധിച്ചുമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. ഇതിനകത്ത് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി അദ്ദേഹത്തെ ശാസിക്കുന്ന ഒരു നിലപാടെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം പിന്നീട് പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പാർട്ടിയുടെ പരിപാടികളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പരസ്യമായിട്ട് പയ്യന്നൂർ MLA യും അതുപോലെ തന്നെ മുൻ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള TI മധുസൂദനെതിരെ ഫണ്ട് വിവാദം ഉന്നയിച്ച ഘട്ടത്തിൽ ഇനിയിപ്പോൾ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വി കുഞ്ഞികൃഷ്ണനും ഇതിനകത്ത് കൃത്യമായ ബോധ്യമുണ്ട്. പാർട്ടി തന്നെ പുറത്താക്കുമെന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് കരുതിയാൽ ഇതിനകത്ത് എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഉയർത്തിയ ആരോപണങ്ങളെ നേരിടുമെന്നുള്ളതാണ് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും TI മധുസൂദനെ പയ്യന്നൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ TI മധുസൂദനെ ചൂണ്ടിക്കൊണ്ട് തന്നെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിൽ രക്തസാക്ഷി ഫണ്ടും അതുപോലെ തന്നെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന്റെ ഫണ്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടും ഒക്കെ വലിയ തരത്തിൽ തിരിമറി നടത്തിയെന്നൊരു ആക്ഷേപം പരസ്യമായി ഉന്നയിച്ച ഘട്ടത്തിൽ ഇനിയിപ്പോൾ പാർട്ടി അതുകൂടി നേരിടേണ്ട ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്തും നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്തും വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നതിന് പുറമെ പാർട്ടി ഇനി എങ്ങനെ മുന്നോട്ട് പോകും, പയ്യന്നൂരിലടക്കം പാർട്ടിയുടെ ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിലായിരിക്കും പ്രധാനമായി ചർച്ച നടക്കുക. ഏതായാലും വി കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിനകത്ത് ഇനി പാർട്ടി ഒരു മറുചിന്ത നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്.